നമസ്കാരം. അപ്പോൾ സ്കൈലാൻഡിൽ നിന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു. നമ്മുടെ കുഞ്ഞു മക്കൾക്ക് സ്കൂൾ തുറക്കുവാണ്. അപ്പോൾ അവർക്ക് കുറച്ച് ബുക്സും അതുപോലെ തന്നെ സ്കൂൾ ബാഗുകൾ, യൂണിഫോം, കുടകളൊക്കെ നമ്മളത് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ 25 പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മളത് ചെയ്തു തുടങ്ങിയെങ്കിലും വളരെ വിഷമം. കാരണം ഞാനിപ്പോൾ ഈ വീഡിയോയ്ക്ക് ആദ്യം തന്നെ കുറച്ച് ആളുകൾ കൊടുക്കാൻ പറ്റാത്ത കുറച്ച് ആളുകൾ വരുന്നുണ്ട്. അവരോട് നമ്മൾ ശരിക്കും ക്ഷമ പറയുകയാണ്. കാരണം നമുക്ക് അത്രയും പേരെ നമുക്ക് ചേർത്തുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളൊരു ബഡ്ജറ്റ് നമുക്കില്ല. ഞങ്ങൾക്ക് 25 പേരെന്നുള്ളത് ഞങ്ങളൊരു എത്ര പേരാക്കിയിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു 35-40 അടുത്ത ആൾക്കാരായിട്ടുണ്ട്. ഇപ്പം 35-40 നമുക്ക് എൻക്വയറി വന്നിരിക്കുന്നതിന് 100 മേളിൽ അധികം ആൾക്കാർ, 133 പേരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. പക്ഷേ നമുക്കൊരു 45 പേർക്ക് 45 പേർക്കൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അതിനുള്ള ബുക്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം ഇന്ന് 2 മണിക്ക്, അതായത് 30-ാം തീയതി ഇന്ന് 2 മണി തൊട്ട് 5 മണി വരെയാണ് നമ്മളിവിടെ ബുക്ക് ആവശ്യക്കാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ എത്തിക്കോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്താൻ പറ്റാത്തവർക്ക് നമ്മൾ മറ്റേതെങ്കിലും രീതിയിൽ അവരെ എത്തിക്കാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലുള്ള ഓരോരോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി നമുക്ക് ഇതുപോലെ ചെറിയ കാര്യങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെയും കൂടെ സഹായങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമാണ്. വളരെ സന്തോഷമായിട്ടും പറഞ്ഞപ്പോൾ ഏകദേശം കേട്ടാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ നമ്മളിട്ട എൻക്വയറിയേക്കാളൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരാണ് ബുക്കിന് ആവശ്യപ്പെട്ടത്. എന്നാൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ബുക്കുകളൊക്കെ ഏകദേശം കെട്ടി ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടക്ക് വരയിട്ട ബുക്കുണ്ട്, വരയിടാത്ത ബുക്കുണ്ട്. പിള്ളേർ ചില കുഞ്ഞുങ്ങൾ 4 ലൈൻ ബുക്ക്, ചെക്ക് ബുക്ക് എല്ലാം കൂടെ എല്ലാം കൂടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ച സമയം ഇന്ന് 30-ാം തീയതി ഉച്ചക്ക് ഒരു 2 മണി മുതൽ 5 മണി വരെയാണ്. ഞങ്ങൾ ഇവരെ ബന്ധപ്പെട്ട ഞങ്ങളെ കോൺടാക്ട് ചെയ്ത ആൾക്കാരെല്ലാം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കാര്യങ്ങളും എല്ലാം അറിയിച്ചിട്ടുണ്ട്. അപ്പം അവരെല്ലാം 2 മണിക്കും 5 മണിക്കും ഇടക്കും എത്തുമെന്നാണ് അറിയുന്നത്. ഫുൾ സെറ്റ് ഇങ്ങനെ വെച്ചാൽ 5 മണിക്ക് ഇടക്കും എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഈ ചാരിറ്റി പ്രവർത്തനത്തിൽ ഞങ്ങൾ ചെയ്തപ്പോൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്ത കുറേ കുടുംബങ്ങളുണ്ട്. അവർക്ക് നല്ലവരുടെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും ഇതല്ല, ഇനി അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഇതിനേക്കാളും നല്ല പോലെ തന്നെ ഇനിയും ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പം കൂടാതെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും കേട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഈ ബുക്ക് ഇതിനകത്തുണ്ട്, നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് കിടക്കട്ടെ. അപ്പം ഇത് പറഞ്ഞ പോലെ നമ്മുടെ ഞാൻ എന്ത് പറയണമെന്ന് തന്നെ അറിയത്തില്ല. ഇത്രയും വലിയ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വാക്കുകൾ വിതുമ്പി പോവാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പം ഇന്ന് ബുക്ക് കൊടുക്കേണ്ട സമയം ശ്രദ്ധിക്കുക. ഇന്ന് 30-ാം തീയതി ഉച്ചക്ക് 2 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. ഈ സ്ഥലം ഞാൻ ഈ ബുക്ക് ചോദിച്ച് ആവശ്യപ്പെട്ടവരെല്ലാം വിളിച്ചറിയിച്ചിട്ടുണ്ട്. കാണുന്ന എല്ലാവരും നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അത് ഉപകാരപ്പെടുന്ന ആർക്കെങ്കിലും കൈകൾ കിട്ടണമെങ്കിൽ അത് അവർക്കും ഒരു ഉപകാരമാകട്ടെ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.